നമസ്കാരം. പശ്ചിമേഷ്യയിൽ നടന്ന 4 മാസമായി നടന്ന യുദ്ധം, അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധം, ആ യുദ്ധമെന്ന് ഒരു കെടുതിയിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള ആ അന്തരീക്ഷം സൈനിക നീക്കങ്ങൾക്ക് ഇപ്പോൾ വിരാമമാകുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ ചരിത്രപരമായ ഒരു സമാധാന കരാർ ഉണ്ടാകുന്നു എന്നുള്ള വാർത്തയാണ് അവസാന മണിക്കൂറിൽ പശ്ചിമേഷ്യയിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിദേശ മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമുക്കറിയാൻ കഴിയുന്നത്. രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ, അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വലിയ തർക്കമായിരുന്നു ലെബനൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശവും, ഈ ലെബനനിൽ ഇസ്രായേൽ കയറി അടിക്കുന്നത്. എന്നാൽ ആ വിഷയങ്ങളെല്ലാം, ആ യുദ്ധങ്ങളെല്ലാം സൈനിക നടപടികൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഈ കരാറിൽ വ്യവസ്ഥ എഴുതി ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അതായത് ഇനി ഇസ്രായേൽ ലെബനനിൽ കയറി അടിച്ചു കഴിഞ്ഞാൽ ഈ കരാർ അതോടുകൂടി തീരും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ കയറി അടിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും. അത് ഈ കരാറിന്റെ മറ്റൊരു വശമായി നമ്മൾ കാണേണ്ടി വരും. ഈ കരാറിൽ മധ്യസ്ഥ വഹിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫാണ്. ഈ വിവരം ആദ്യം പുറത്തുവിട്ടതും അദ്ദേഹം തന്നെയാണ്. ടെഹ്റാനും അതുപോലെ വാഷിംഗ്ടണുമൊക്കെ ഇത് ഔദ്യോഗികമായിട്ട് ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വരുന്ന വെള്ളിയാഴ്ച ജൂൺ 19 വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചിട്ട് ഈ കരാർ ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കും എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം ചർച്ച ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രത്തോളം പ്രശ്നമുണ്ട് ഇവിടെ. ഹോർമൂസ് കടലിടുക്ക് പൂട്ടിയതിലൂടെ ഇന്ത്യ അടക്കം വളരെ പ്രതിസന്ധിയിലാണ്. 4 മാസമായി നമ്മൾ ആശങ്കയോടെ നോക്കി നിൽക്കുന്ന പശ്ചിമേഷ്യ, അത് ഇപ്പോ സമാന്തര കരാർ ഒപ്പുവെക്കുമ്പോൾ ആ കരാറിനുള്ളിൽ എന്തൊക്കെയാണ് എന്ന് അറിയാൻ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു ആഗ്രഹമുണ്ടാവും. ആ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാനും ഇത് ഷെയർ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഈ കരാർ ഇപ്പോൾ വന്നിട്ടുള്ള, ഈ പ്രഖ്യാപിച്ചിട്ടുള്ള കരാറിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകൾക്ക് മണിക്കൂറുകളുടെ ആയുസ് പോലും ബാക്കി വയ്ക്കാതെ പെട്ടെന്നുള്ള നിലപാട് മാറ്റങ്ങൾ, അത്തരത്തിലുള്ള നയതന്ത്ര നാടകങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ദേ അന്ത്യമാകുന്നു, അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാർ ദേ ഒപ്പിടുന്നു, ദേ ഞായറാഴ്ച ഒപ്പിടും, ശനിയാഴ്ച തന്നെ ട്രംപ് വലിയ രീതിയിൽ അങ്ങോട്ട് വിളിച്ചങ്ങോട്ട് പറയണേ ദേ ഇപ്പം ഒപ്പിടാൻ പോകുന്നു, ശനിയാഴ്ച നാളെ ഞങ്ങൾ ഒപ്പിടാൻ പോകുന്നു, മേഖലയിൽ സമാധാനം കൊണ്ടുവരാണ്, നമ്മൾ വളരെ അടുത്താണ് എന്നൊക്കെ അന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? തൊട്ടടുത്ത നിമിഷം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ട്രംപ് തന്റെ മുൻ നിലപാടിൽ നിന്ന് ഒരൊറ്റ പോക്ക്, ഞങ്ങൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന മട്ടിലായിരുന്നു പിന്നെ ട്രംപിന്റെ പോക്കെന്ന് പറഞ്ഞാൽ. ഈ നിർണായക ജലപാത ദേ തുറക്കുമെന്നാണ് ആദ്യം, അതായത് ഹോർമൂസ് തുറക്കും എന്നാണ് ട്രംപ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ തൊട്ടു പിന്നാലെ തന്റെ ട്രൂത്ത് സോഷ്യൽ നെറ്റ്വർക്കിലൂടെ നിലപാട് മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഈ വെള്ളിയാഴ്ച ഈ കരാർ ഒപ്പുവെച്ചതിന് ശേഷം മാത്രമേ US നാവിക ഉപരോധം നീക്കൂ എന്നും ഹോർമൂസ് കടലെടുക്ക് തുറക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ട്രംപിന്റെ മുൻ പ്രസ്താവനകളിലെ പരസ്പര വിരുദ്ധതയെ വെളിപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടത് എങ്ങനെ ഇത് നടപ്പിലാകുന്നതാണ്. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം കുറിപ്പിന്റെ ഉറപ്പ് പോരാ, ഇറാന് ശരിക്കുള്ള ഉറപ്പ് തന്നെ വേണം, നടക്കുമെന്ന് തോന്നണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇറാൻ അടുത്ത പണി തുടങ്ങും. ഈ കരാറൊന്നും ഇറാൻ വകവയ്ക്കുമെന്ന് തോന്നുന്നില്ല. അതെന്തായാലും ആ കാര്യം തുറന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അമേരിക്കയുമായി ഞങ്ങളത് ധാരണയിൽ എത്തിയെങ്കിലും കടുത്ത ജാഗ്രതയുണ്ട് ഞങ്ങൾക്ക്, കർശനമായ നിലപാടുണ്ട് ഞങ്ങൾക്ക്, ആ നിലപാടിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖറാബി ടെലിവിഷൻ സന്ദേശത്തിലൂടെ അദ്ദേഹത്തിന്റെ ഇറാൻ ജനതയെ, ലോകത്തെ ആ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശത്രുക്കളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടല്ല ഞങ്ങൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത്, ഞങ്ങൾക്ക് തീരെ വിശ്വാസമില്ല. ആ വിശ്വാസ്യത ഇല്ലായ്മ പരിഗണിച്ച് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഒപ്പുവെക്കാൻ പോകുന്നത്. അതായത് ലോകത്തിന് സമാധാനം കൊടുക്കാൻ ഇറാൻ തടസ്സമല്ല എന്നത് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിൽ ഒപ്പുവെക്കുന്നത്, അല്ലാതെ അമേരിക്ക ഇസ്രായേലിനെ വിശ്വസിച്ചിട്ടല്ല എന്നാണ്. ഞങ്ങളുടെ സൈനികമായിട്ടുള്ള കരുത്ത്, നയതന്ത്ര ശേഷി, ഇതിലൊക്കെ സ്വന്തം ജനങ്ങളുടെ ഐക്യം, ഇതിലൊക്കെ ഞങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒപ്പുവെക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ കരാർ ലംഘനം എന്തെങ്കിലും നടത്തിയാൽ, അമേരിക്കയോ ഇനി ഇസ്രായേലോ ഇതിൽ പറഞ്ഞ പ്രകാരമുള്ള എന്തെങ്കിലും വിധത്തിലുള്ള കരാർ ലംഘനം നടത്തിയാൽ പിന്നെ ഞങ്ങൾക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ നോക്കി നിൽക്കില്ല എന്നാണ് ഖറാബി പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോ ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ലെബനോനെ കയറി അടിച്ചപ്പോൾ ഇറാൻ അതിശക്തമായ തിരിച്ചടി ഇസ്രായേലിലേക്ക് കൊടുത്തു. പിന്നെ ഉടനെ ട്രംപ് വന്ന് കാല് പിടിച്ച് അത് ആടി നിർത്തുകയും ചെയ്തു. പിന്നീടാണ് ഈ കരാർ ഉണ്ടാകുന്നത്. കാര്യം അമേരിക്കയ്ക്ക് അറിയാം, ഈ കരാർ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ തീരും, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വലിയ തിരിച്ചടി നേരിടുകയും ചെയ്യും. അപ്പൊ അതെങ്ങനെയെങ്കിലും മാറ്റണം. എന്നാൽ ഈ ഇസ്രായേൽ ആകട്ടെ അമ്പിലും വില്ലിലോട്ട് അടുക്കുകയില്ല.
അങ്ങനെ ഇസ്രായേലിനെ ഒരു പരുവത്തിൽ ഒന്ന് ഒതുക്കി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു കരാറാണ് സത്യത്തിൽ ഈ 60 ദിവസത്തെ കരാർ. 60 ദിവസത്തെ ഒരു ചർച്ചാ കാലയളവിലാണ് ഇപ്പൊ കരാർ വരുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ 60 ദിവസത്തെ കാലയളവില്, ഈ കരാർ കാലയളവില് അപ്പുറത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കരാർ ലംഘനം ഉണ്ടായാൽ, അതായത് 60 ദിവസത്തെ കരാർ എന്ന് പറയുന്നത് ഈ 60 ദിവസം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കണം. സ്ഥിരമായി വെടിനിർത്തണോ, സ്ഥിരമായി എങ്ങനെ വെടിനിർത്താം, ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ഇറാന്റെ മേലുള്ള ഉപരോധം എങ്ങനെ അവസാനിപ്പിക്കണം, ഇറാന്റെ പണം തടഞ്ഞു വെച്ചിരിക്കുന്നത് പൂർണ്ണമായി എങ്ങനെ കൊടുക്കണം, ഇനി തുടർന്നിങ്ങോട്ട് ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും, പശ്ചിമേഷ്യയുടെ സമാധാനം എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 60 ദിവസം എന്ന് പറയുന്നത്. ആ 60 ദിവസത്തെ കരാറാണ് ജനീവയിൽ വെച്ച് ഒപ്പിടാൻ പോകുന്നത്. അപ്പോൾ ആ 60 ദിവസത്തെ ചർച്ചാ കാലയളവില് അപ്പുറത്ത് നിന്ന്, അതായത് അമേരിക്കയിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനം ഉണ്ടായാൽ അതിനെതിരെ ഇറാൻ സ്വന്തം നിലയ്ക്ക് കർശനമായിട്ടുള്ള പ്രത്യാഘാത നടപടികൾ ഗുരുതരമായ വിധത്തിൽ തന്നെ തരും എന്ന് പറയുമ്പോൾ, ഇതിനിടയിൽ കരാർ ലംഘനം നടത്തി കഴിഞ്ഞാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ താവളങ്ങൾ പൂർണ്ണമായും, ഒരുപക്ഷെ ഇസ്രായേൽ തന്നെ പൂർണ്ണമായും തീരാൻ അത് ഇടയാക്കും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇറാൻ കൊടുക്കുന്നത്. വളരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനും ഇസ്രായേലിനും ഈ യുദ്ധത്തിൽ തോൽവി സമ്മതിച്ചിട്ട് കീഴടങ്ങിയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലെന്നും, അത്തരത്തിലൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് അമേരിക്കയുടെ മുന്നിൽ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു 60 ദിവസത്തെ താൽക്കാലിക കരാറും കൊണ്ട് വരുന്നത് എന്നും ഇറാൻ പറയുന്നുണ്ട്. ഈ കരാർ ഒപ്പുവെക്കുമ്പോൾ അതിൽ 10-14 ഇനത്തിലാണ് ആ കരാർ വരുന്നത്. ആ കരാറിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ നോക്കാം. ഈ ചർച്ച ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ആരംഭിച്ചിട്ടില്ല, വെള്ളിയാഴ്ചയാണ് ഒപ്പുവെക്കുന്നത്, പക്ഷെ അതിനു മുമ്പ് അമേരിക്ക മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ $12 ബില്യൺ, ഏകദേശം 1.15 ലക്ഷം കോടി രൂപ, ഇന്ത്യൻ രൂപ അത്രയും വരും. അപ്പോൾ ഈ $12 ബില്യൺ ഇറാന് അയച്ചു കൊടുക്കും, ഇറാന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആദ്യപടി അവിടെ ഇറാൻ വിജയിച്ചു തുടങ്ങുകയാണ്. ഇറാന്റെ ആവശ്യം എന്തായിരുന്നു തുടക്കത്തിൽ? ഞങ്ങൾ മരവിച്ചു വെച്ചിരിക്കുന്ന ഞങ്ങളുടെ സ്വത്താ, ഞങ്ങളുടെ ഹക്കായ മുതൽ നിങ്ങൾ വാങ്ങി വെച്ചേക്കാം, നിങ്ങൾ പിടിച്ചു വെച്ചേക്കണം, അത് ഞങ്ങൾക്ക് തിരിച്ചറിയണം. 2, ഞങ്ങളുടെ രാജ്യം, നിങ്ങൾ ആരും തലയിൽ കഞ്ഞിയിൽ കല്ലിടാനോ തലയിടാനോ വരുന്നില്ല, അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ തീരുമാനിക്കും, അതിൽ മേഖലയ്ക്ക് അള്ളാൻ നിൽക്കരുത്, ഞങ്ങളെ അടിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ വരുന്നത് ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്കണം. ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഞങ്ങൾ ആയുധങ്ങൾ ഉണ്ടാക്കാനോ മറ്റു കാര്യങ്ങളോ, ഞങ്ങളുടെ രാജ്യം എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ ഞങ്ങളെ തീരുമാനിക്കും, നിങ്ങൾ തീരുമാനിക്കണ്ട, പക്ഷെ നിങ്ങളിലേക്ക് ഞങ്ങൾ വരില്ല, നിങ്ങൾ ഞങ്ങളിലേക്ക് വരാഞ്ഞാൽ മതി എന്ന് ഇറാൻ പറഞ്ഞ ആ ഇടത്ത് തന്നെയാണ് ഇറാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കരാറിന് തൊട്ടു മുമ്പ് തടഞ്ഞു വെച്ചിരിക്കുന്ന ഇറാന്റെ സമ്പത്ത്, ആ ഇറാന്റെ സമ്പത്തിൽ നിന്ന് $12 ബില്യൺ ആദ്യ ഘട്ടമായി തന്നെ വിട്ടുകൊടുക്കുക. 60 ദിവസത്തെ ചർച്ച തുടർന്ന് 60 ഡേയ്സ് ആ ചർച്ച നടക്കുന്ന സമയത്ത് ബാക്കി 24 ബില്യൺ ഉണ്ട്, അത് ഘട്ടങ്ങളായി ഇറാന്റെ അക്കൗണ്ടിലേക്ക് എത്തിക്കും എന്നതാണ് അടുത്ത വ്യവസ്ഥ. അതായത് ഇറാന്റെ സമ്പത്ത് ഇറാന്റെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് ആദ്യം ഇറാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് 2.38 ലക്ഷം കോടി രൂപയുടെ മൊത്തം ആസ്തികൾ വിട്ടുതരണമെന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. അത് കരാറ് വേളയിൽ തന്നെ അത് ഇറാന്റെ അക്കൗണ്ടിലേക്ക് എത്തും. പിന്നെ ഇറാന്റെ ആണവ പദ്ധതികൾക്ക് ചില നിയന്ത്രണങ്ങൾ വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴല്ല പണ്ടേ പറഞ്ഞിട്ടുണ്ട്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാനുള്ള പദ്ധതിയില്ല, ഞങ്ങൾ ഉണ്ടാക്കുകയുമില്ല. കാരണം ഈ ലോകത്തെ ദുരന്തത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഊർജ്ജ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ വൈദ്യുതി ആ മേഖല മറ്റു മേഖലകൾക്ക് വേണ്ടിയിട്ടാണ്, അത് ഞങ്ങൾ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അടുത്ത കരാർ എന്ന് പറഞ്ഞാൽ ആണവ ആയുധം ഉണ്ടാക്കുന്നതോടെ ബന്ധപ്പെട്ടിട്ടാണ്. ഇറാന്റെ പക്കലുള്ള ആണവ പദ്ധതികളും സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അതൊക്കെ എന്ത് ചെയ്യണമെന്ന് ഈ 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ആ കരാറിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇറാന്റെ പക്കലുള്ള 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയോ ചെയ്യേണ്ടി വരും. ഇതിന് പകരമായി ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇറാന് മേലുള്ള മറ്റ് സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം നീക്കും എന്നാണ് ഈ ധാരണയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് കരാർ ഒപ്പിടുന്നതല്ല, മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇറാൻ അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇറാൻ ഞങ്ങൾ ആയുധം ഉണ്ടാക്കുന്നില്ല, ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്ന് ഒപ്പിടാനല്ലാതെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിച്ച മുതല് ഇത്രയും നാൾ മറ്റുള്ളവർ പിടിച്ച് കൈവശം വെച്ചിരുന്നു, ഇനി ബാക്കിയുള്ളവർക്ക് അങ്ങ് എടുത്തങ്ങ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കരാറൊക്കെ അവിടെ കിടക്കുന്നു. അമേരിക്ക കഷ്ടപ്പെട്ട് കരാറുണ്ടാക്കേണ്ടി വരുന്നു, ഇറാനെ കൊണ്ട് ഒപ്പുവയ്ക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇസ്രായേൽ വീണ്ടും പണിപെട്ടിക്കുകയാണ്. ബെയ്റൂത്തില്, ലെബനന്റെ തലസ്ഥാനത്ത്
ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള അതിരൂക്ഷമായ ബോംബാക്രമണമുണ്ട്. ആ ബോംബാക്രമണത്തിൽ അവിടെ വലിയ നാശനഷ്ടം ഉണ്ടായി. ഈ സമാധാന ശ്രമങ്ങളെ ഏതാണ്ട് തകർക്കുന്ന ഘട്ടത്തിൽ അത് എത്തിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ ഈ ഏകപക്ഷീയമായിട്ടുള്ള നീക്കം ട്രംപിനെ ചെറുതായിട്ടൊന്നും അല്ല ചൊടിപ്പിച്ചത്. ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് പച്ച തെറിയാണ് വിളിച്ചത്. മാസങ്ങളായി താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമാധാന കരാറാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേൽ അത് ബോംബെറിഞ്ഞ് തുലയ്ക്കാൻ നോക്കിയത് എന്നാണ് ട്രംപ് പറഞ്ഞത്. നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ച് വായിൽ വന്ന പച്ചത്തെറിയൊക്കെ വിളിച്ചതായും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാൻ നോക്കിയതിന് കടുത്ത ഭാഷയിൽ തട്ടിക്കയറിയതായും അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ വെളിപ്പെടുത്തുന്നുണ്ട്. അവനൊട്ടും വിവരമില്ല, കാരണം അവൻ എല്ലാം കുളമാക്കുന്ന അവസ്ഥയിലാണെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു വളരെ ഒരു മോശം എന്ന് പറഞ്ഞാൽ അവനൊരു വെടക്ക് സാധനമാണ് എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇറാന്റെ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് തടഞ്ഞതിന് നെതന്യാഹു തന്നോട് നന്ദി പറയുകയാണ് വേണ്ടത് എന്ന് ട്രംപ് ഓർപ്പിച്ചു. ഇറാന്റെ ആണവായുധ നിർമ്മാണം ഇസ്രായേലിനാണ് ദോഷം, കാരണം ഇസ്രായേലിനെ തീർക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ആണവായുധം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് ലാഭമല്ലേ? അപ്പോൾ അതാണ് ട്രംപ് ഇവിടെ പറയുന്നത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കൂല എന്നുള്ളത് ഒരു ഉറപ്പ് വാങ്ങുമ്പോഴത്തേക്ക് അത് ഇസ്രായേൽ ട്രംപിനോട് നന്ദി പറയേണ്ട സ്ഥാനത്ത് ഇമാതിരിയുള്ള ചട്ടത്തരം കാണിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഈ കരാറിനോട് ഇസ്രായേൽ മാധ്യമങ്ങളും സർക്കാരും ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ്. അമേരിക്ക ഏത് കരാറിൽ ഉൾപ്പെട്ടാലും ഇസ്രായേലിന്റെ സുരക്ഷ തങ്ങൾ തന്നെ നോക്കുമെന്നും ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായും നിലംപരിശാക്കി തൂഫാനാക്കുന്നത് വരെ തങ്ങളുടെ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്നുമാണ് നെതന്യാഹുവിന്റെ കർശന നിലപാട്. അതായത് ലെബനൻ വിട്ടുള്ള കളിയില്ല, കാരണം അത് അവരുടെ വിശാല രാജ്യത്തിന്റെ ഭാഗമാണ്, അത് പിടിച്ചെടുക്കുക തന്നെയും ചെയ്യും എന്നതാണ് അവരുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ഈ കരാറിന്റെ വില എവിടെ എത്തുമെന്ന് കണ്ടറിയണം. 60 ദിവസത്തെ ചർച്ചാ പീരീഡിന് മുമ്പ് തന്നെ ഈ കരാർ വലിച്ചെറിയേണ്ടി വരും എന്നുള്ളൊരു ഭയമാണ് ഇന്ന് ലോകത്തിന്. അതൊരു വലിയ നേട്ടമായിട്ടാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ സമാധാന കരാർ എത്രത്തോളം വിജയിക്കും എന്നാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രംപിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. രണ്ടാമത്തത് ഇസ്രായേൽ ലെബനനെ അടിക്കാതിരിക്കില്ല. ഇസ്രായേൽ ലെബനെ തൊട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഈ കരാർ അപ്രസക്തമാകും ഇസ്രായേലിലേക്ക്. ഈ കരാർ സത്യത്തിൽ ഇറാൻ ഒരു അനുഗ്രഹമാണ്. ഇത്തരത്തിൽ ഒരു കരാറും ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്രായേൽ തോന്നിയാസം കാണിക്കുമ്പോൾ ലെബനനിലേക്ക് കയറുന്ന സമയത്ത് ലംഘനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന് കയറി അടിക്കാൻ കഴിയാത്തത്. നേരെ മറിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ഇത്തരത്തിലൊരു കരാർ, ഇപ്പോൾ ജനീവ കരാർ ഒപ്പുവെക്കുന്നതോടുകൂടി ഈ 60 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇസ്രായേൽ കയറി ലെബനനെ അടിക്കുമെന്ന കാര്യത്തിൽ ഇറാൻ അറിയാം. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ കടുത്ത ആക്രമണമായിരിക്കും. അതായത് ഇസ്രായേൽ ചുട്ടരിക്കുന്ന യുദ്ധമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യ കാണാൻ പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.